നിങ്ങളുടെ ഒരു സുഹൃത്ത് നിങ്ങളോട് ഈ മാസം നമ്മുടെ നാട്ടിൽ, അതായത് നമ്മുടെ രാജ്യത്ത് ഒരു വലിയ സുനാമി വരാൻ പോകുന്നുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങളത് വിശ്വസിക്കുമോ? ചിലപ്പോൾ വിശ്വസിക്കില്ലായിരിക്കാം. പക്ഷെ ആ പറയുന്ന സുഹൃത്ത് ഇതിനു മുൻപ് പറഞ്ഞ ഒരുപാട് പ്രവചനങ്ങൾ അത് നിങ്ങൾ നടന്നത് നേരിട്ട് കണ്ടൊരു വ്യക്തിയാണെങ്കിലോ? ലോകത്തിന്റെ പല കോണുകളിലും ഭാവിയെക്കുറിച്ചുള്ള പ്രഡിക്ഷൻസും പ്രഡിക്റ്റ് ചെയ്യുന്ന ആളുകളും ജനങ്ങളുടെ ശ്രദ്ധ നേടിയിട്ടുണ്ട്. അങ്ങനെ ഒരു പ്രവചനം ലോകമെമ്പാടും, പ്രത്യേകിച്ച് ജപ്പാനിൽ ഇപ്പോൾ വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. 2025 ജൂലൈ 5 ജപ്പാനിൽ വലിയൊരു സുനാമി വരും എന്നുള്ളതാണ് പ്രവചനം. ആരാണ് ഈ പ്രവചനം നടത്തിയത്? ഇത് വെറുമൊരു പ്രവചനം മാത്രമാണോ, അതോ യാഥാർത്ഥ്യമാകുമോ? ജപ്പാനിലെ അറിയപ്പെട്ട ഒരു ആർട്ടിസ്റ്റും അതുപോലെ തന്നെ ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ തനിക്ക് അറിയാൻ കഴിയുമെന്ന് സ്വയം വാദിക്കുകയും ചെയ്യുന്ന ഒരാളാണ് റിയോ ടാറ്റിസ്കി. ഇവരെ ജപ്പാനിന്റെ പുതിയ ബാബ വാങ്ക എന്നാണ് വിശേഷിക്കപ്പെടുന്നത്. ബൾഗേറിയക്കാരിയായിരുന്ന ഈ ബാബ വാങ്കയുടെ ഒരുപാട് പ്രവചനങ്ങൾ ലോകത്ത് വലിയ ശ്രദ്ധ നേടിയിരുന്നു. 1999 റിയോ പുറത്തിറക്കിയ ഞാൻ കണ്ട ഭാവി എന്നർത്ഥം വരുന്ന ദ ഫ്യൂച്ചർ ഐ സോ എന്ന പുസ്തകത്തിലാണ് ഇത്തരത്തിലുള്ള പ്രവചനങ്ങളും അവർ കണ്ട സ്വപ്നങ്ങളുമൊക്കെ എഴുതിയിട്ടുള്ളത്. എന്നാൽ ഈ പുസ്തകത്തിനോ ഇവർക്കോ വേണ്ട രീതിയിലുള്ള ശ്രദ്ധ ലഭിച്ചിരുന്നില്ല. പക്ഷേ പിന്നീട് അവർ നടത്തിയ പല പ്രവചനങ്ങളും യഥാർത്ഥത്തിൽ സംഭവിച്ചതോടുകൂടിയാണ് ആളുകൾക്ക് ഇവരോടുള്ള വിശ്വാസം കൂടി വന്നത്. ബ്രിട്ടീഷ് പാട്ടുകാരനായിരുന്ന ഫ്രെഡി മെർക്കുറിയുടെ മരണം, പ്രിൻസസ് ഡയാനയുടെ മരണം, 2011 ഭീകരമായ ടൊഹോക്കു സുനാമിയും ഭൂകമ്പവും, എന്തിനേറെ കോവിഡിനെ കുറിച്ച് പോലും ഇവർ പ്രവചനങ്ങൾ നടത്തിയിരുന്നു. ഇത്തരത്തിലൊരു ചരിത്രം ഇവർക്കുള്ളത് കൊണ്ടാണ് അവരുടെ പിന്നീടുള്ള പ്രവചനങ്ങൾക്കും ജനങ്ങളുടെ ഇടയിൽ ശ്രദ്ധ ലഭിച്ചത്. 2021 അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള ഇവരുടെ തന്നെ പുസ്തകത്തിലാണ് ജൂലൈ 5 ഈ പ്രവചനം ഉള്ളത്. ഈ ദിവസം ജപ്പാനിന്റെയും ഫിലിപ്പൈൻസിന്റെയും ഇടയിലുള്ള കടലിന്റെ അടിത്തട്ടിൽ ഒരു വലിയ വിള്ളൽ സംഭവിക്കുമെന്നും ഇത് 2011 ഉണ്ടായ സുനാമിയുടെ 3 ഇരട്ടി വലിയ സുനാമിക്കും ഭൂകമ്പത്തിനും കാരണമാവുമെന്നുമാണ് പറയുന്നത്. കടൽ തിളക്കുന്നതായും വലിയ വലിയ കുമിളകൾ മുകളിലേക്ക് പൊങ്ങി വരുന്നതായും അവർക്ക് ദിവ്യദർശനമുണ്ടായെന്നാണ് അവർ പറയുന്നത്. ചിലർ ഈ പ്രവചനത്തെ അഗ്നിപർവ്വത സ്ഫോടനവുമായും ഭൂകമ്പവുമായി കണക്ട് ചെയ്തും പറയുന്നുണ്ട്. ഈ ഒരു പ്രവചനം ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിലും മറ്റും വലിയ രീതിയിൽ സ്പ്രെഡ് ആവുകയും ജനങ്ങൾക്കിടയിൽ, പ്രത്യേകിച്ച് ജപ്പാനിലെ ആളുകൾക്കിടയിൽ വലിയ ആശങ്ക ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തിനേറെ പല ട്രാവൽ ഏജൻസികളിലേക്കും ജപ്പാനിലേക്കുള്ള അടുത്ത യാത്രകൾ ഒഴിവാക്കാൻ പറഞ്ഞിട്ടുള്ള കോളുകൾ വരെ വരുന്നുണ്ടെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഹോങ്കോങ്ങിൽ നിന്നും ജപ്പാനിലേക്കുള്ള ടൂർ ബുക്കിങ്ങുകളിൽ 50% കുറവ് വന്നിട്ടുണ്ടെന്നും കണക്കുകൾ പറയുന്നുണ്ട്. എന്നാൽ ഇത്തരത്തിലുള്ള പ്രകൃതി ദുരന്തവുമായി ബന്ധപ്പെട്ട പ്രവചനങ്ങൾ ജനശ്രദ്ധ നേടുമ്പോൾ തീർച്ചയായും ശാസ്ത്രത്തിന് അല്ലെങ്കിൽ ശാസ്ത്രജ്ഞർക്ക് ഇതുമായി ബന്ധപ്പെട്ട് തീർച്ചയായും പ്രതികരിക്കേണ്ടി വരും. ഔദ്യോഗികമായി ഇത്തരത്തിലുള്ള മുന്നറിയിപ്പുകൾ നൽകുന്ന ജപ്പാനിലെ മെറ്ററോളജിക്കൽ ഏജൻസി ഇതുവരെ ഒരു അപായ മുന്നറിയിപ്പും നൽകിയിട്ടുമില്ല. എങ്കിൽ പോലും ജപ്പാൻ അവരുടെ അത്യാധുനിക നിരീക്ഷണ സംവിധാനങ്ങളിലൂടെ ഈ ഒരു സിറ്റുവേഷനെ വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുമുണ്ട്. ഇത് വെറും ഒരു സൈക്കിക് പ്രവചനം മാത്രമാണെന്നും ഇതിൽ ശാസ്ത്രീയമായ അടിത്തറയുമില്ലെന്നാണ് അവർ പറയുന്നത്. പക്ഷെ ജപ്പാൻ എന്ന രാജ്യം ഒരു ഭൂകമ്പ സാധ്യതയുള്ള രാജ്യമായതുകൊണ്ടും നാൻകായി ട്രഫ് പോലെയുള്ള വളരെ ഉയർന്ന രീതിയിൽ ഭൂകമ്പ സാധ്യതയുള്ള മേഖലകൾ ഇവിടെ ഉള്ളത് കൊണ്ടും ഈ പ്രവചനത്തെ ആളുകൾ തീർച്ചയായും ഭയപ്പെടും. ഈ അടുത്തിടെ മ്യാൻമറിലുണ്ടായ ഭൂകമ്പവും ഇതുമായി കണക്ട് ചെയ്തുകൊണ്ട് പലരും പറയുന്നുണ്ട്. സോ ജൂലൈ 5 എന്ന ഡേറ്റിലേക്ക് അടുത്തുകൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായും ജപ്പാനിലെ ആളുകൾക്കിടയിൽ വലിയ രീതിയിൽ പേടിയും ആശങ്കയും ഉണ്ടാവുന്നുണ്ട്. ചിലർ യാത്രകൾ മാറ്റിവെക്കുന്നു, മറ്റു ചിലർ എമർജൻസി സിറ്റുവേഷന് വേണ്ടി അതിനെ നേരിടുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലുമാണ്. എന്നാൽ വലിയൊരു വിഭാഗം ആളുകളും ശാസ്ത്രീയ വിവരങ്ങളെ മാത്രം ആസ്പദമാക്കിക്കൊണ്ട് നോർമൽ ആയിട്ടുള്ള ഒരു ജീവിതം തന്നെയാണ് ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ഇത്തരത്തിലുള്ള പ്രവചനങ്ങൾ വരുമ്പോൾ പരിഭ്രാന്തരാവാതെ ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ ന്യൂസുകൾ കൃത്യവും അതുപോലെ തന്നെ വിശ്വസിക്കാൻ പറ്റുന്നതുമായ സോഴ്സുകളിൽ നിന്നുള്ള മാത്രം എടുത്തുകൊണ്ട് ജാഗ്രത പാലിക്കുകയാണ് വേണ്ടത്. എന്തായാലും ഈ ഒരു പ്രവചനം ജനങ്ങളിൽ പരിഭ്രാന്തി ഉണ്ടാക്കിക്കൊണ്ട് മാത്രം കടന്നു പോകുമോ അതല്ലെങ്കിൽ യാഥാർത്ഥ്യമാവുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. എന്തൊക്കെയായാലും പ്രകൃതി ദുരന്തങ്ങൾ ഏറെ നടക്കാൻ സാധ്യതയുള്ള ഒരു രാജ്യമായതുകൊണ്ട് തന്നെ മുൻകരുതൽ എടുക്കുന്നത് എപ്പോഴും നല്ലതാണ്. എന്തായാലും ഈ പ്രവചനം നടക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ഇത് വെറും ഊഹത്തിൽ നിന്നുള്ള ഒരു പ്രവചനം മാത്രമാണോ അതോ നമ്മൾ ഗൗരവത്തിലെടുക്കേണ്ട ഒരു വിഷയമാണോ എന്ന് എന്താണ് നിങ്ങൾക്ക് തോന്നുന്നതെങ്കിൽ അത് താഴെ കമന്റ് ചെയ്യുക. ഇതിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോയ്ക്ക് വേണ്ടി തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.